ഒന്നാമത്തെ കുട്ടിയോട് ഭയങ്കര സ്നേഹമായിരിക്കും ഉപ്പാക്കുമ്മാക്കും. രണ്ടാമതൊരു കുട്ടി ജനിച്ചാൽ പാല് കൊടുക്കുന്ന ബന്ധം കൊണ്ട് ആ കുട്ടിനോട് സ്നേഹം കാണിക്കുന്നതിനിടയിൽ ഒന്നാമത്തെ കുട്ടിനെ ഉപ്പ അവഗണിക്കൽ സാധ്യത കുറവായിരിക്കും. ഉമ്മാക്ക് എപ്പോ അവനോടായിരിക്കും ദേഷ്യം പിടിക്കാൻ ഒരു സാധ്യത. നല്ല ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കുട്ടി വരുമ്പോ രണ്ടാമത്തെ കുട്ടിനോട് ഒരു സ്നേഹക്കുറവുണ്ടാകാൻ പാടില്ല. എല്ലാരോടും തുല്യായിട്ട്. തിരിച്ചു വന്നാൽ തന്നെ ഉപ്പാക്കും ഉമ്മാക്കും സ്വതക്ക ചെയ്യുന്ന സമയത്ത് നീതിയോടെയാണ്. ഉമ്മാക്ക് 5000 കൊടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പാക്ക് 5000. നീതി ഉണ്ടാണ് ശിഷ്യന്മാരോട്, അനുയായികളോട്, തൊഴിലാളികളോട്, എല്ലാവരോടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു സ്വഹാബി ഇരിക്കുമ്പോ ആ സ്വഹാബിന്റെ ഒരു കുട്ടി ഓടി വന്നു. ആ കുട്ടിനെ വാരിയെടുത്ത് ചുംബനം കൊടുത്ത് മുത്തം കൊടുത്ത് മടിയിലിരുത്തി. ഇതേ സ്വഹാബിയുടെ അടുത്ത കുട്ടി ഓടി വന്നു. ആ കുട്ടിനെ വാരിയെടുത്ത് മടിയിലിരുത്തി. അപ്പൊ തങ്ങൾ പറഞ്ഞു, നീതി കാണിച്ചിട്ടില്ലല്ലോ മോനെ. അതെന്ത്? ഒന്നാമത്തെ കുട്ടിക്ക് മുത്തം കൊടുത്തിട്ടല്ലേ ഇരുത്തിയത്, രണ്ടാമത്തെ കുട്ടിക്ക് അത് കൊടുത്തിട്ടില്ലല്ലോ. എത്ര ചെറിയ കാര്യം വരെ ശ്രദ്ധിക്കണം എന്നറിയണം.